ഇത് നോക്കിക്കേ, കണ്ട ഇതിൽ കൂടുതൽ ഒതുക്കാൻ പറ്റുമോ? ഒന്ന് ന്യൂട്രലാക്കിയാ മേഡം. ഒന്ന് ഹാൻഡ് ബ്രേക്ക് ഇട്ടെ. ഓണായാ? എനിക്ക് ഡോറ് തുറക്കാതെ ഇറങ്ങാൻ പറ്റുമോ? ഇത്രയും തുറക്കാതെ ഞാൻ ഇറങ്ങാൻ പറ്റില്ല. എനിക്ക് മിനിമം മേഡം ഒതുക്കാൻ പറ്റുന്ന സ്ഥലം ഇവിടെ ഒതുക്കിയിട്ടുണ്ട്. അതിൽ കൂടുതൽ വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇറങ്ങിയിട്ട് നോക്കണം വീതി ഉണ്ടോ, മാറ്റാൻ പറ്റുമോ. ചില കാര്യങ്ങൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ നമുക്ക്. ഇപ്പൊ അവിടെ ഇച്ചിരി വീതി ഉണ്ട്, ഞാൻ പറയാ മേഡത്തിന് അറിഞ്ഞൂടാ, അവിടെ ഒന്ന് ഒതുക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തിരിച്ചാ എന്നിട്ട് ഡ്രൈവ് ഇട്. ബ്രേക്ക് ചെയ്തിട്ടുണ്ടാ? ഡ്രൈവ് ഇട്. ഡ്രൈവ് ഇട്ടോ, ഡ്രൈവ് ഇട്ടോ. ഞാൻ ചുമ്മാ ചോദിക്കുന്നത്. ഡ്രൈവിലേക്ക് ആക്കിക്കോ. ആക്കിയിട്ടില്ലേ? ഇച്ചിരി മുന്നോട്ട് എടുത്ത് നോക്കിയേ. വരുന്നുണ്ടോ? ഇല്ല, നിർത്ത്. വന്നാ സൈഡിലേക്ക് വന്ന് ഇച്ചിരി കൂടെ കൊണ്ടുപോവാ. അങ്ങനെയല്ല, നിർത്തിയിട്ട് കുറച്ചുകൂടെ തിരിക്കും. അതായത് വണ്ടി ചരിയുന്ന മേഡത്തിന് അറിയാൻ പറ്റണം. ഇച്ചിരി കൂടെ മുന്നോട്ട് എടുക്കും. ചരിയുന്നുണ്ടോ നോക്ക്. ഉണ്ട് കേട്ടാ? മേഡത്തിന് അങ്ങോട്ട് ഇനി ഇച്ചിരി കൂടെ സ്ഥലമുണ്ട്, കുറച്ചുകൂടെ മുന്നോട്ട് പോയിക്കോ. ഞാൻ പറയുക ഇച്ചിരി കൂടെ മുന്നോട്ട് പോയിക്കോ. മതി, നിക്കട്ടെ. ഇനി പോകാൻ സ്ഥലമില്ല. ഓക്കെ, ഇനി ഈ വണ്ടി നേരെയാണോ ഇപ്പൊ? എങ്ങോട്ടാ ചരിഞ്ഞ് കിടക്കുന്നത്? അതിനെ നേരെയാക്കണം. എന്ത് ചെയ്യട്ടെ? ഓക്കെ, ഇനി നോക്ക്. പയ്യെ ഒരു മൂവ്മെന്റ് എടുത്ത് നോക്ക്. ഇത് നേരെ ആകുന്നിടത്ത് നിർത്താൻ പറ്റണം. ഒരുപാട് ഓടേണ്ടി വരരുത്. ഒരുപാട് ഓടേണ്ടി വരരുതെങ്കിൽ എന്ത് ചെയ്യണം? കൂടുതൽ തിരിച്ചിട്ട് പിന്നെ അനക്കിക്കോണം. കാരണം എനിക്ക് പിന്നെ സ്ഥലമില്ല. നേരത്തെ ആ ഗേറ്റ് വന്നതുപോലെ പിന്നെ ഓടി കളയാൻ സ്ഥലമില്ല. കിട്ടിയ സ്ഥലത്ത് നേരെയാക്കാൻ പറ്റണം വണ്ടി. അപ്പൊ എന്താണെന്ന് വെച്ചാൽ അനങ്ങുമ്പോൾ നേരെയാകുന്നില്ലെങ്കിൽ കൂടുതൽ തിരിച്ചിട്ട് പിന്നെ അനക്കണം. കുറച്ചുകൂടെ തിരിച്ചു, എന്നിട്ട് ഒരു ഇത്തിരി കൂടെ നീങ്ങട്ടെ പതിയെ. കണ്ട? അപ്പൊ പെട്ടെന്ന് നേരെ വരും. ഇനിയും പോരെങ്കിൽ ഒന്നുകൂടെ തിരിച്ചു, എന്നിട്ട് ഒന്ന് അനങ്ങട്ടെ. മതി. ഇതേ കണ്ട, നേരെ വന്നു. ലെവലായില്ലേ? സ്റ്റിയറിംഗ് നേരെയാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നേരെയാക്കി വെക്കണമെങ്കിൽ ഇപ്പൊ നമ്മൾ നേരെയാ, വണ്ടി നേരെയാ, പക്ഷെ ടയർ നേരെയല്ല. കാരണം നമ്മൾ റൈറ്റ് തിരിച്ചത്. അത് ഫുള്ള് തിരിച്ച് തീർത്തിട്ട് കൺഫേം ചെയ്ത് നേരെയാക്കാവുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മുഴുവൻ തിരിച്ച് തീർത്തിട്ട് കൺഫേം ചെയ്യണം. അപ്പൊ ഫുള്ളായി. ഇനി നോക്കി നേരെയാക്കിയാ മതി. അപ്പോഴേ ടയർ നേരെയാകത്തുള്ളൂ. അല്ലാതെ 2 റൗണ്ട് കറക്കരുത്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് തിരിച്ച് തീർത്തിട്ട് 2 പ്രാവശ്യം നേരെയാക്കിയാൽ മതി. ഓക്കെ ആണ്? പോവാ, നമുക്ക് പോവാം. ഒരു ഇത്തിരി ആയിട്ട് മുന്നോട്ട് കയറണേ. നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഒരിത്തിരി മുന്നോട്ടൊന്ന് വിട്ടുകൊടുത്തൊരു സ്വല്പം. കാർ പോയിട്ട് മതി മേഡം, ടെൻഷൻ ഒന്നും അടിക്കണം. അങ്ങനെ ടെൻഷൻ എനിക്ക് അതില്ല. ഓക്കെ, പോട്ടെ. അങ്ങനത്തെ എനിക്ക് വിഷയമില്ല. ഒന്ന് ബ്രേക്ക് ചെയ്ത് വീണ്ടും ഒന്ന് ലൂസ് ചെയ്ത്. ഞാൻ കാണുന്നുണ്ട്. ലൂസ് ചെയ്ത് ഒന്ന് പതിയെ. ഈ വണ്ടിയാ ശ്രദ്ധിക്കുക. ഇടിക്കുന്നെങ്കിൽ ഇതേട്ടെ ആദ്യം ഇടിക്കുള്ളൂ നമ്മള്. ഒരിത്തിരി ലൂസ് ചെയ്യും. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. ലൂസ് ചെയ്യും. കണ്ട? പുറത്ത് വന്നാ ബ്രേക്ക് നേരെയാക്കും. പുറത്തായില്ലേ അത്? പുറത്തായില്ലേ അത്? വരുന്ന വണ്ടിയാണോ നോക്കുന്നത്? ബ്രേക്ക് ലൂസ് ചെയ്യും. പതിയെ ലൂസ് ചെയ്യും. ഇവിടെ നിന്ന് മാറട്ടെ ആദ്യം. ബ്രേക്കിൽ തന്നെ കാല് വെച്ചോണേ. ആരെയും നോക്കണ്ട. നോക്കുന്നുണ്ട്. ഈ ലെഫ്റ്റ് സൈഡ് നോക്കിക്കോണം കേട്ടാ. വേറെ എവിടെയും നോക്കണ്ട, ലെഫ്റ്റ് മാത്രം വേണം നോക്കിക്കാം. ലെഫ്റ്റില് സ്ഥലം ഉണ്ടാ? അതെടുത്ത് വെച്ചേര്. കണ്ട? ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റുമോ? നമ്മുടെ റോഡ് എങ്ങോട്ടാ? അങ്ങോട്ട് മാറ്റി റോഡിലേക്ക് മാറ്. ധൈര്യമായിട്ട്. കുഴിയിൽ വീണോട്ടെ. നമ്മുടെ സാഹചര്യം കുഴിയിൽ വീണേ പോകാൻ പറ്റത്തുള്ളൂ. അതിനനുസരിച്ച് ചെയ്യണം. അല്ല കുഴി മാറാനായിട്ട് നമുക്കവിടെ വേറെ റോഡില്ല. ഉണ്ടാ? ഇല്ല. അപ്പം അതിനനുസരിച്ച് അതിനകത്ത് പതുക്കെ ഇറങ്ങുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുഴിയിൽ പതിയെ ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. ഫ്രീ ആക്കിയാ മേഡം കൂളായിട്ടിരിക്കും മേഡം.
പോട്ടെ, ബ്രേക്ക് ഫ്രീ ആക്കി കൊടുക്കും. മാഡം മസിൽ പിടിക്കുന്നുണ്ട്. പോട്ടെ. മേഡം ഓടിക്കുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ തിരക്കുള്ള റോഡിൽ ഞങ്ങൾ കൊണ്ടുവന്നത്. അല്ലെ കൊണ്ടുവരുവാ? ഇല്ല, പിടിക്കരുത് കേട്ടാ. ഈ കൈ താഴെ വരാതെ നോക്കിയാൽ മതി. മേളില് അത് ഇങ്ങനെ മുറുക്കി പിടിക്കണ്ട. ഔട്ടർ ഈ വിരല് വേണ്ട. കണ്ട ഇങ്ങനെ നോർമലായിട്ട് ഇങ്ങനെ ഈ വിരൽ അകത്തിടണ്ട. അത് തന്നെ. പതിയെ റൈറ്റിലേക്ക് കുറേശ്ശെ തിരിഞ്ഞു വന്നേ മേഡം. ബ്രേക്കേ കാല് വെച്ചോണം കേട്ടാ. തിരിഞ്ഞു വരട്ടെ. മതി, ഞങ്ങളുണ്ട് കൂടെ. ഈ മുൻവശം നോക്കിക്കോ. ഇത് തിരിഞ്ഞ് വരുന്ന കണ്ട. എപ്പം നമുക്ക് പോകേണ്ട വഴിയിലേക്കാവുന്നു അപ്പം നേരെ ആക്കണം. ഇങ്ങോട്ട് കഴിഞ്ഞാ. ഇനി ബ്രേക്ക് ഫ്രീ ആക്കിയാ പതിയെ ലൈറ്റ് ആയിട്ടൊന്ന് ആക്സിലേറ്റർ കൊടുത്തു തുടങ്ങിക്ക്. അങ്ങനെ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ശ്രദ്ധിച്ചോണം കേട്ടാ. വണ്ടി ലെഫ്റ്റിലേക്ക് പോകുന്നെന്ന് തോന്നിയാൽ അതിനെ പതിയെ റൈറ്റിലേക്ക് മാറ്റിയെടുക്കണം. ഓക്കെ, റൈറ്റിലേക്ക് അകന്നു പോവുകയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിനെ ലെഫ്റ്റിലേക്ക് കീപ്പ് ചെയ്യണം. ഈ വെള്ള വരയുടെ പുറത്ത് പോകാത്ത രീതിയിൽ മാഡം മെയിൻറ്റെയിൻ ചെയ്തോണ്ടിരിക്കണം അതിനെ. എത്ര പതുക്കെ പോയാലും ഒരു കുഴപ്പമില്ല. പേടിപ്പെടുത്തുന്ന സാധനങ്ങൾ വരുന്നെന്ന് തോന്നിയാൽ അപ്പൊ ബ്രേക്കിലേക്ക് കാല് വെച്ചോണം. ചവിട്ടി നിർത്താനല്ല, വേഗത ഒന്ന് കൺട്രോൾ ചെയ്തോണം കേട്ടാ. പോട്ടെ. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒന്ന് ഓൺ ചെയ്തേ. ഇവിടെ ലെഫ്റ്റ് സൈഡിലോട്ടൊന്ന് ഒതുക്കാനാണ്. ലെഫ്റ്റ് സൈഡിലേക്ക് ഒന്ന് കൊണ്ടുവന്നേ വണ്ടിയെ. നേരെയാക്കി വെച്ച് ബ്രേക്ക് ചെയ്യരുത്. വണ്ടി ലെഫ്റ്റിലേക്ക് എത്തുന്നതേ ഉള്ളൂ. ലെവൽ ചെയ്ത് എടുത്തതിന് എങ്ങോട്ടാ ലെവൽ ചെയ്യേണ്ടത് നോക്ക്. എന്നിട്ട് പയ്യെ ബ്രേക്ക് ചെയ്ത് നിർത്തിക്ക്. ഒന്ന് ന്യൂട്രലാക്കിക്ക്. ഇപ്പോഴും മാഡം ഒന്ന് വിറച്ചാ പെട്ടെന്ന് അതിനെ മാറ്റുന്നത്. ശരീരത്തിൽ മാഡത്തിന് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാലും ശരീരത്തിൽ അത്ര ഫീല് തോന്നുന്നുണ്ട്. ഇപ്പം ഞാൻ ലെവൽ ചെയ്യാൻ പറഞ്ഞുകൊണ്ട് മാഡം ഇങ്ങനെ പെട്ടെന്ന് പേടിച്ച് ചെയ്ത പോലെ എനിക്ക് തോന്നുന്നു. ഉണ്ടോ? എനിക്ക് അകത്ത് പേടിയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് എനിക്ക് തെറ്റാണോ ശരിയാണോ അങ്ങനെ ഒരു കൺഫ്യൂഷൻ. മാഡം ചെയ്യുന്നത് ശരി തന്നെയാ, പക്ഷെ അതിനെ ആലോചിച്ചെടുക്കുന്ന ഒരു ലാഗ് വരുന്നുണ്ട് ശരിക്കും. മാഡത്തിന് എങ്ങോട്ട് ഇതിനെ മാറ്റണമെന്ന് തോന്നുന്നു അങ്ങോട്ട് അതിനെ മാറ്റാൻ തുടങ്ങിക്കും. ഓക്കെ, തെറ്റാണെങ്കിൽ ഞാൻ അതിനകത്ത് ഇടപെടും. ശരിയല്ല, അവിടെ ആലോചിച്ച് ഞാൻ പറഞ്ഞിട്ട് മാഡം ആലോചിച്ചിട്ട് ചെയ്യുന്ന സമയം നമുക്ക് നഷ്ടമാകുന്നുണ്ട്. കാരണം വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെയാണ്. ഡ്രൈവ് ഇടും. റൈറ്റ് ഇൻഡിക്കേറ്റർ പോവാൻ നമുക്ക്. പോട്ടെ, റോഡ് കാലിയാണ്. അപ്പൊ പുറകിലേക്ക് ഇനി നോക്കിയിരിക്കണോ? ഫ്രീ ആയിട്ട് വിട്ടുകൊടുക്കും. ഇവിടെ നിന്ന് നീങ്ങും തോറും വണ്ടി റൈറ്റിലേക്ക് വരണം. ഫ്രീ ആക്കി കൊടുക്കും. ചുമ്മാ തിരിച്ചുകൊണ്ട് ഇരിക്കണ്ട. കണ്ട വരുന്നുണ്ട്, അതിനെ ലെവൽ ചെയ്തെടുക്ക്. ഓരോ സെക്കൻഡിലും ലെവൽ ചെയ്തോണ്ടിരുന്നോണം. ഓക്കെയാണ്. ഇനി മുന്നോട്ട് നീങ്ങും തോറും ഇത് എങ്ങോട്ടാ പോകണ്ട അങ്ങോട്ടേക്ക് വിട്ടു കൊടുത്തേക്കണം അതിനെ. കഴിഞ്ഞാ? ഇനി ബ്രേക്കിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ആക്സിലേറ്ററിൽ കാലുവാ. ഇനി മൂവ്മെന്റിനനുസരിച്ച് റോഡ് എങ്ങോട്ടാണോ അങ്ങോട്ട് ഈ വണ്ടിയെ കൊണ്ടുവന്നോണ്ടിരിക്കണം മാഡം. വരുന്നുണ്ടെങ്കിൽ പിന്നെ തിരിക്കരുത്. മാഡം ഉദ്ദേശിക്കുന്ന ഡയറക്ഷനിൽ ഇത് അനങ്ങുന്നുണ്ടെന്ന് തോന്നിയാൽ പിന്നെ തിരിച്ചുകൊണ്ടിരിക്കരുത്. റോഡ് ഒരിക്കലും നേരെയല്ല. റോഡ് പല സ്ഥലത്തും ബെൻഡ് ഉണ്ടാവും, ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. അതിനനുസരിച്ച് നമ്മൾ വണ്ടിയെ മാറ്റിക്കൊണ്ടിരിക്കണം. ഇത് 4 വീല് ഒരേ ആംഗിളിലൊന്നും പോകത്തൊന്നുമില്ല. റോഡിന് എങ്ങോട്ട് ചരിവുണ്ടോ അങ്ങോട്ട് വണ്ടി പോകും. പിടികിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുന്നത്. റോഡ് ചിലപ്പോൾ കുഴിയില്ലേ ഇങ്ങനെ ചരിഞ്ഞായിരിക്കും. അപ്പൊ വണ്ടി ആ സൈഡിലേക്ക് പിന്നെ പോകാൻ തുടങ്ങും. ടയറിന് എങ്ങോട്ടേക്ക് ഇത് കിട്ടുന്നോ അങ്ങോട്ടേക്ക് അത് പോയിക്കൊണ്ടിരിക്കും. അതിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. പോവാൻ നോക്കും. മേഡം നോക്കും, ഓട്ടോയെ നോക്കി പുറത്തിറങ്ങണേ. ബാക്കിലെ വണ്ടി നോക്കിക്കോളെ. പിള്ളേരുടെ തരുമ്പോഴും അവരെനിക്ക് പറയുന്നതാണ് മമ്മി സ്റ്റിയറിംഗ് ഇട്ടും മമ്മിക്ക് ചുമ്മാ പോട്ടെ, ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കും. അന്ന് നീങ്ങണ്ട, ആ ലോറി കൂടെ പോട്ടെ. നല്ല സമയം. മിണ്ടണ്ട.
പുറകോട്ട് ഇറങ്ങിയിട്ട് വരും. അവന്റെ ഇപ്പുറത്തെ സൈഡ് കണ്ട അവനിക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അവന്റെ ഇപ്പൊ അവൻ റിവേഴ്സ് ഇട്ടില്ല ആ ഡ്രൈവർ. അയാളുടെ ലെഫ്റ്റ് സൈഡ് അയാൾക്ക് കാണാൻ പറ്റിയ ഇല്ല. അയാൾ എന്തോ ചെയ്ത് മനസ്സിലൊരു കാഴ്ച അയാളുണ്ട്, ഉൾക്കാഴ്ച എന്ന് പറയും അതിന്. ആ ഒരു കാഴ്ചയിൽ അയാൾ ആ സൈഡ് കണ്ടത്. ബ്രേക്ക് ഒന്നും വിടരുത്. ദേ നോക്കിയേ, ഈ നീല കളർ എങ്ങോട്ട് കിടക്കുന്നു അങ്ങോട്ടാണ് വണ്ടി പോകാൻ പോകുന്നത്. സോറി, ഈ മഞ്ഞ കളർ എങ്ങോട്ടാണ് കിടക്കുന്നത് അങ്ങോട്ടായിരിക്കും വണ്ടി പോകാൻ പോണത്. ഇപ്പൊ നമ്മൾ തിരിച്ചപ്പോ എങ്ങോട്ടായി വണ്ടി പോകാൻ പോണേ? റോഡിലേക്കാണ് കയറാൻ പോണത്, ശരിയല്ലേ? നമുക്കൊന്ന് പുറകോട്ട് പോകണം. അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റിയറിങ്ങിനെ ഒന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ച് 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 നീങ്ങരുതേ, ഇച്ചിരി തിരിക്കും മതി. ഇപ്പൊ നീങ്ങിയല്ല, സൈഡിൽ കൂടെ പോകൂല്ലേ പുറകിലേക്ക്. അപ്പൊ ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്തേ വേണം. ഒന്ന് റോഡ് സൈഡിൽ കൂടെ തന്നെയല്ലേ പോകുന്നത്, ശരിയാണോ? ആ വരട്ടെ, ശരിയല്ലേ? ആ പയ്യെ ബ്രേക്ക് ചെയ്തേ, ഇച്ചിരി പുറകോട്ട് എടുത്തു. ബ്രേക്ക് ചെയ്തേ, ഇച്ചിരി പുറകോട്ട് എടുത്തു. ബ്രേക്ക് ചെയ്തേ, ഒരിത്തിരി പുറകോട്ട് എടുത്തു. ബ്രേക്ക് ചെയ്തേ, നീങ്ങല്ലേ. പുറകിന്ന് വരുന്ന കാഴ്ചകളെല്ലാം അതിൽ കണ്ടൂടെ? ഇച്ചിരി പുറകോട്ട് വന്നേ, മതി. ബ്രേക്ക് ചെയ്തേ, ഒരിത്തിരി പുറകോട്ട് എടുത്തേ, മതി. ബ്രേക്ക് ചെയ്തേ. അതിനിപ്പുറത്തോട്ട് കാണുന്ന ഒന്നിനെയും ഈ വണ്ടി തട്ടാൻ പോണില്ല. ഇപ്പുറത്തോട്ട് കാണും. ആ ഓക്കെ ആണോ? അതിനകത്തേക്ക് എന്തിനെ കണ്ടാലും ഈ വണ്ടി അതായിട്ട് തട്ടും. മേഡം ഇപ്പൊ നോക്കിക്കാ, ഓട്ടോറിക്ഷ എങ്ങനെയാ കാണുന്നത്? ഉറപ്പല്ലേ? അതിനടുത്ത് ഈ വണ്ടി അതായിട്ട് തട്ടുമെന്നാ. അത് പുറത്ത് പോകുന്നത് വരെ മേഡം തിരിവ് കൊടുക്കണം വണ്ടിക്ക്. ഓക്കെ, അത് എപ്പോൾ പുറത്താവുന്നു അപ്പം മേഡത്തിന് നേരെയാക്കി പോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക്. പുറകെ ഒരു 2 ലോറിയും കൂടെ ഉണ്ട്, അതും കൂടെ പോട്ടെ. അവിടെ നിന്ന് എങ്ങോട്ടാ പോകണ്ട മേഡം? റൈറ്റ്. സ്കൂട്ടറാണെങ്കിൽ നമുക്ക് കാണാമല്ലോ, സൈഡും എല്ലാം കാണാവുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ അതേ ഇത് തന്നെ വെച്ചാൽ മതി. കുറച്ചുകൂടെ അഡ്വാൻസ് ആയാൽ മതി. സ്കൂട്ടറിൽ സമയത്താണ് മേഡം മാറുന്നത്, ഇത് അങ്ങനെയല്ല. കുറച്ചുകൂടെ നേരത്തെ മാറാൻ തയ്യാറാവണം. ആ ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. കുറച്ചുകൂടി കെയർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. സ്കൂട്ടറിനേക്കാളും വീതിയുള്ളൊരു സാധനമാണെന്ന് മനസ്സിലാക്കണം. അടുത്ത് ചെന്നുടനെ പൊക്കിയെടുത്ത് മാറ്റാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കണം. ദൂരെ നിന്നേ വേണ്ട അകലം കീപ്പ് ചെയ്തോണം. ദൂരെ നിന്നേ വേണ്ട അകലം ഒതുങ്ങി കൊടുത്തോണം. സമയത്ത് മാറാൻ പറ്റില്ല. മേഡത്തിന് വലിയ പോരായ്മകളൊന്നുമില്ല. മേഡം ചുമ്മാ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുള്ളൂ മേഡത്തിന്. നമുക്ക് പോവാം. മേഡം നോക്ക്, ആദ്യമേ തന്നെ എന്ത് ചെയ്യേണ്ടി വരും? നീങ്ങരുത്, മുന്നിലേക്ക് നോക്ക്. ആദ്യമേ തന്നെ ഓട്ടോയെ ഒഴിവാക്കേണ്ടി വരും നമുക്ക്. അതിനെന്ത് ചെയ്യേണ്ടി വരും? തിരിച്ചോ, തിരിഞ്ഞാ എന്നിട്ട് പതിയൊന്ന് അനങ്ങി നോക്കിക്കേ. ഓട്ടോ പുറത്തോട്ട് വരുന്നുണ്ടോ? ഇല്ലെങ്കിൽ വീണ്ടും തിരിക്കണം. പോരുത്. ആ പുറകിലൊരു ബസ് കൂടെ ഉണ്ട്, അത് കൂടെ പോയിക്കോട്ടെ. പ്രൈവറ്റ് ബസ് കാണാവോ? മിററിൽ കാണാം. നമ്മുടെ വണ്ടിയും കാണാമല്ലോ. ബാക്കിലും കാണാം. ഈ സൈഡിലെ മിററും അതുപോലെ തന്നെയാണോ നോക്കിയാൽ? എത്തിയൊന്നും നോക്കരുത്, അവിടെ ഇരുന്നിട്ട് നോക്കാൻ പറ്റുമോ? കാണാം, ഉറപ്പാണ്. അഡ്ജസ്റ്റ് ചെയ്യണ്ട, ഉറപ്പ്. ഇനി എന്ത് ചെയ്യണം മേഡം പറ. മേഡം ഇപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട്, സീറ്റ് നമ്മുടെ ഇഷ്ടത്തിന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, മിറർ രണ്ടും മേഡത്തിന് കാണാവുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട്. ഈ ഒരു മിറർ മാത്രമേ എനിക്ക് കാണാവുന്ന പോലെ ഞാൻ തിരിച്ചു വയ്ക്കുകയാണ്. പുറകിൽ നിന്ന് ആരെങ്കിലും വന്നാൽ കാണണ്ടേ? തീർച്ചയായിട്ടും. ഇനി എന്ത് ചെയ്യണം മേഡം പറ. ഇനി ബ്രേക്ക് ചവിട്ടിക്കോ. ബ്രേക്ക് ചവിട്ടി ഡ്രൈവ് മോഡിലേക്ക് മാറ്റണം.
അതൊരൊറ്റ ഇടല്ല ഇപ്പൊ ഇട്ട് കളഞ്ഞത്. അങ്ങനെ എടുത്തിട്ടരുത്. ഇല്ലില്ല, ഞാൻ കുറ്റം പറഞ്ഞല്ല. ഇത് കുറച്ചുകൂടി സെൻസിറ്റീവാ. അപ്പൊ നമ്മൾ സോഫ്റ്റ് ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുന്നതായിരിക്കും ഇതിന്റെ ലൈഫിന് കുറച്ചുകൂടെ ബെറ്റർ. ഇത് കണ്ട, ഇപ്പൊ ഒറ്റ ഇടല് താഴോട്ട് ഇടുക ചെയ്താൽ മാഡത്തിന് അറിയാം ഡ്രൈവ് എവിടെയാണ്, അതുകൊണ്ടാണ് ചെയ്തത്. ഓരോ പോയിന്റ് ആയിട്ട് ഇട്ട് കൊടുക്കും മാഡം. ആദ്യം ഒന്ന് റിവേഴ്സിൽ വരും, അത് തന്നെ. ഇനി ഒന്നുകൂടെ ന്യൂട്രലിൽ വരും, ഇനി ഒന്നുകൂടെ താഴോട്ടാക്കി ഡ്രൈവ് ഇടും. അങ്ങനെ ഇട്ട് കൊടുക്കുക. അവൾ എപ്പോഴും ഒറ്റ ടേക്കിന് അങ്ങനെ ഇടിച്ചിടരുത് കേട്ടോ മാഡം. അതിന്റെ ലൈഫ് അപ്പൊ കുറയും. ശരിയല്ലേ? നമ്മൾ എന്തോ സ്മൂത്ത് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി അത് ലാസ്റ്റ് ചെയ്യും. ഡ്രൈവിലായില്ലേ? ഇനി മാഡം മീറ്ററിലേക്ക് നോക്കിയാൽ അതിനകത്തൊരു റെഡ് വാർണിംഗ് ലൈറ്റ് തെളിഞ്ഞ് കിടപ്പുണ്ട്. അതെന്തുമായിരിക്കും? ഹാൻഡ് ബ്രേക്കിന്റെ വാർണിംഗ് ലൈറ്റ്. അത് ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിക്കാനാ. ഓക്കെ ആണോ മാഡം? ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ ഇപ്പൊ അത് കെട്ടോന്ന് നോക്കിയാൽ മാഡം ഒന്ന് ന്യൂട്രലിലാക്കിക്കാം. ആയാ? അവിടെ ന്യൂട്രലിൽ എഴുതി കാണിക്കും കണ്ടാ? ഓക്കെ ആണ്. ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓൺ ചെയ്തേ. ഞെക്കണ്ട. അതേ ഉള്ളൂ. വേണ്ട, വാർണിംഗ് ലൈറ്റ് വന്നാ കണ്ട? കൺഫേം ആയാ? അത് ഹാൻഡ് ബ്രേക്ക് ഒന്ന് ഓഫ് ചെയ്ത് നോക്കിയാൽ. ഓഫ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഉയർത്തിയിട്ട് പ്രസ് ചെയ്തിട്ട് താഴ്ത്തണം. ഓക്കെ. ഓൺ ആക്കാനായിട്ട് ഒന്നും ചെയ്യണ്ട, അതിൽ പിടിച്ച് ഉയർത്തിയാൽ മാത്രം മതി. ഒന്ന് ഓൺ ചെയ്തേ മാഡം. കണ്ടല്ലോ, ഹാൻഡ് ബ്രേക്ക് ഓൺ ആകുമ്പോൾ ആ വാർണിംഗ് ലൈറ്റ് തെളിയും. ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യും മാഡം. ഓക്കെ, ഡ്രൈവ് മോഡിലേക്ക് മാറും. ഒരു കുഴപ്പമില്ല മാഡം. ഈ സോറി പറയുന്നത് കൊണ്ടാണ് എനിക്കൊരു സങ്കടം. ഇനി എന്ത് ചെയ്യണം? നമ്മളിപ്പോ റോഡിലാണോ റോഡ് സൈഡാണോ? റോഡ് സൈഡിലെ അല്ലേ? റോഡിലേക്ക് കയറണ്ടേ? അപ്പൊ നമ്മൾ എന്തെല്ലാം നോക്കേണ്ടി വരും? ആദ്യമേ നമ്മൾ റൈറ്റിലോട്ട് കയറുവാന്നുള്ള ഇൻഡിക്കേറ്റർ കിട്ടും. ഇൻഡിക്കേറ്റർ ഒന്ന് ഓഫ് ചെയ്തേ. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ടേ, റൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ടേ. അതേലും ഇനി നോക്കണോ? ഇത് നോക്കണം. അതേലും നോക്കണ്ട. ഒന്ന് ലെഫ്റ്റ് ഇട്ട് നോക്കുന്നിട്ട് ഇവിടെ എങ്ങും നോക്കണ്ട മാഡം. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് ചൂട്. ആ, അതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. അത്രേ ഉള്ളൂ. അതങ്ങ് ഓഫ് ചെയ്ത് തരും. അത്രേ ഉള്ളൂ. റൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ഓക്കെ ഓഫ് ചെയ്തേ. മാഡത്തിന് ആ ടിക് ടിക് സൗണ്ട് കേൾക്കും ഇൻഡിക്കേറ്റർ വീഴുമ്പോ. എന്നെ നോക്കിക്കൊണ്ടിരുന്നോ? എന്നിട്ട് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് വീഴുന്നില്ലേ? ഓഫ് ചെയ്ത് കണ്ട? റൈറ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ഓഫ് ചെയ്തേരും. ഇനി നോക്കണം. ഇതേലും നോക്കി കൺഫേം ചെയ്യണം. നമുക്ക് ദിശ അറിയാം. ലെഫ്റ്റിലേക്ക് മാറ്റിയാൽ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ, റൈറ്റ് സൈഡിലേക്ക് മാറ്റിയാൽ റൈറ്റ് ഇൻഡിക്കേറ്റർ. സെൻട്രൽ ലൈൻ ഓഫ് ഉണ്ട്. ശരിയല്ലേ? മാഡത്തിന്റെ അഥവാ കൈ തട്ടിയാൽ, അതായിട്ട് തട്ടിയാൽ ഏത് സൈഡിലേക്ക് തട്ടുന്നോ ആ സൈഡിൽ ഒരു 3 സെക്കൻഡ് ബ്ലിങ്ക് ചെയ്യും. വെറുതെ ഒന്ന് ഒരു സൈഡിലേക്ക് ഒന്ന് അനക്കിക്കാതെ ഇൻഡിക്കേറ്റർ ഇടുന്ന പോലെ. അതെ, വിട്ടേക്ക്. കണ്ട? ഒരു 2 ടാപ്പ് അത് അടിച്ചിട്ട് നിന്നോളൂ. അതിനെ ഓഫാക്കാൻ നോക്കരുത്. അപ്പൊ ഓഫാക്കാൻ നോക്കുമ്പോ 2 സൈഡിലും വീണോണ്ടിരിക്കും ഇൻഡിക്കേറ്റർ. അത് പ്രോപ്പറായിട്ട് മേഡം കൊണ്ട് വച്ചിട്ടില്ല എങ്കിൽ അത് തന്നെ ഓഫ് ആയിക്കോളും. ഒന്ന് ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ടെ. കണ്ട? ഓഫ് ചെയ്തേ. ഇപ്പം കൈ തട്ടിയതുപോലെ തന്നെയാ പ്രോപ്പറായിട്ട് ഓൺ ചെയ്തേ. അത് റൈറ്റ് ഇൻഡിക്കേറ്റർ. ആ, അതല്ല, പ്രോപ്പറായിട്ട് അതിനെ ഓൺ ചെയ്യും. കണ്ട? ആ ഒരു ഫീല് മേഡത്തിന് ഉണ്ടാവണം. ഇങ്ങനെ കൊണ്ടുവന്ന് ലോക്ക് ചെയ്തെന്നുള്ളത്. ഓഫ് ചെയ്യും. അല്ലാതെ എപ്പോ കൊണ്ടുവന്നാലും ഒരു 3 സെക്കൻഡ് അത് ബ്ലിങ്ക് ചെയ്തിട്ട് നിന്ന് പോകും ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. കണ്ട? അപ്പൊ മേഡത്തിന് അറിയാം അത് ഓൺ ചെയ്തത് തന്നെയാണ്. കാരണം അവസാനത്തെ ആ ഒരു ഒച്ച കയ്യിൽ ഫീൽ ചെയ്യുമല്ലോ. ഓഫ് ചെയ്യും. റൈറ്റ് ഇൻഡിക്കേറ്റർ. ഓക്കെ അല്ലേ? ഇനി മേഡം ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ റൈറ്റ് ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട്, വണ്ടി ഡ്രൈവിലാക്കിയിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തോ ശ്രദ്ധിക്കണ്ടേ? മിററിൽ നോക്കും. ബാക്കിൽ ക്ലിയർ ആവുമ്പോൾ മാത്രമേ ഈ വണ്ടി മുന്നിലേക്ക് നീങ്ങാവുള്ളൂ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചേ. മുന്നിലേക്ക് നോക്കിക്കേ. നമുക്ക് നേരെ ഓടി പോകാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഓരോ മൂവ്മെന്റിലും ഈ വണ്ടി റൈറ്റിലേക്ക് മാറേണ്ടി വരും. അതിന് ഏത് സൈഡ് ശ്രദ്ധിക്കേണ്ടി വരും? അല്ല, ഇത് ഏത് സൈഡിലാണ് തട്ടാൻ പോണത്? ഒരു ഇടി നമുക്ക് പുറകിൽ നിന്ന് കിട്ടും അവിടെ നോക്കിയില്ലെങ്കിൽ. അതിന് നമ്മൾ മിറർ നോക്കുന്നത് വണ്ടി ഉണ്ടോ ഇല്ലെന്ന് അറിയാം. രണ്ടാമത്തെ തട്ട് നമുക്ക് കിട്ടാൻ പോണ ഇവിടുന്ന്. ഈ സൈഡിൽ എന്തുണ്ടോ അതായിട്ടായിരിക്കും ഇടിക്കാൻ പോണത്. കാരണം ഇവിടെ ഓപ്പൺ ആ റോഡ്. ആദ്യം ഇടിക്കുന്നെങ്കിൽ ഈ സൈഡേ ഇടിക്കുള്ളൂ വണ്ടിക്ക്. ശരിയല്ലേ? അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടി വരും. റൈറ്റിൽ വണ്ടി ഉണ്ടോ നോക്കുക. വണ്ടി ഇല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് നോക്കി കെയർ ചെയ്ത് റോഡിലേക്ക് പ്രവേശിക്കണം. ഓക്കെയാണ്? അപ്പൊ ഫ്രണ്ടിൽ നിന്ന് വരുന്ന വണ്ടികളും ശ്രദ്ധിച്ചോണം. ചിലപ്പോ ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരാം. ശരിയല്ലേ? ഇതൊരു മറവാ മുന്നില്. അല്ല,
ഒരു മനസ്സിലൊരു കെയറിംഗ് ഉണ്ടായ നമ്മൾ ഓൾറെഡി ബ്രേക്കിലാണ് ഈ വണ്ടിയെ നീക്കാൻ പോണത്, ആക്സിലേറ്റർ അല്ല കൊടുക്കുന്നത്. മാഡത്തിന്റെ മനസ്സിലുണ്ടായാൽ മതി ചിലപ്പോൾ ഒരാൾ ഓവർടേക്ക് ചെയ്ത് വരാം. അതായത് ഓടി അങ്ങ് കയറി പോവാതെ കെയർ ചെയ്ത് കയറി പോവാന്ന് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഓക്കെ. ഈ വണ്ടി ഓടുമ്പോ എവിടെ ശ്രദ്ധിക്കണം നമ്മള്? ഫ്രണ്ടിൽ എവിടെ നോക്കേണ്ടി വരും? ഏത് സൈഡ് നോക്കേണ്ടി വരും? നേരെ മുൻവശം നോക്കണോ അതോ ഇങ്ങോട്ട് ചരിഞ്ഞു നോക്കണോ? നേരെ മുൻവശം അല്ല നോക്കണ്ടത്, നമ്മൾ ഇങ്ങോട്ട് കെയർ ചെയ്താ നോക്കേണ്ടത്. ലെഫ്റ്റ് സൈഡാണ് കെയർ ചെയ്ത് നോക്കേണ്ടത്. ഇപ്പൊ ഞാൻ ചുമ്മാ ഒരു ഉദാഹരണം, ഇപ്പൊ മേഡം ഒരുപാട് വർഷമായി ഇത് ഉപയോഗിച്ചിട്ട്, ഞാൻ കളിയാക്കുന്നതായിട്ടൊന്നും മേഡത്തിന് ഫീൽ ചെയ്യരുത്. മേഡത്തിന് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. മേഡം ഈ കൈ ഒന്ന് ഇങ്ങോട്ട് നീക്കി വെച്ച് മേഡം ഇങ്ങനെ വെച്ചോണ്ട് നടന്നു പോവാന്ന് വിചാരിച്ചോ, ഒരു തിരക്കുള്ള സ്ഥലത്ത് കൂടെ. മേഡത്തിന്റെ ശരീരം നോക്കിയായിരിക്കോ പോകുന്നത്? ഈ കൈ ആർക്കെട്ടെങ്കിലും തട്ടാതെ ആയിരിക്കോ നോക്കി പോണേ? ശരിയാണ്. മേഡം ഇപ്പൊ ഈ വണ്ടിയുടെ എവിടെ ഇരിക്കുന്നത്? റൈറ്റ് സൈഡിലാണ്. ഈ വണ്ടിക്ക് ഇങ്ങോട്ട് വീതി ഉണ്ടോ? ലെഫ്റ്റ് സൈഡിലേക്ക് ഉണ്ടല്ലോ. ഇവിടെ എന്ത് വന്നാലും മേഡത്തിന് അവസാന നിമിഷം വേണേലും കാണാം. കാരണം നമ്മുടെ ശരീരത്തിന്റെ വലിപ്പം നമുക്കറിയാം. ശരിയല്ലേ? ഈ ലെഫ്റ്റ് സൈഡ് അപ്പൊ കെയർ ചെയ്യണ്ടേ? കാരണം ഈ വണ്ടിക്ക് തട്ട് കിട്ടാൻ പോണത് ഇവിടെയാ. റൈറ്റ് സൈഡ് നമുക്ക് അവസാന നിമിഷമാണേലും പ്രതികരിക്കാൻ പറ്റും, കാരണം നമ്മുടെ തൊട്ട് മുന്നിലാണ്. ശരിയല്ലേ? ലെഫ്റ്റ് സൈഡ് അഡ്വാൻസ് ആയിട്ട് കൊണ്ടുപോകേണ്ടത്. ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ നീക്കി പിടിച്ചോണ്ടാ ഞാൻ പോണെങ്കിൽ ഞാൻ ഈ കൈ ആരെയും തട്ടാതെ കൊണ്ടുപോകേണ്ടത്. ഈ കൈ അതിനനുസരിച്ച് ഞാൻ മാറ്റേണ്ടി വരും. ശരിയല്ലേ? എതിരെ ഒരാൾ വരുമ്പോ ഞാൻ ചിലപ്പോ ഒന്ന് മാറ്റി കൊടുക്കും കൈ. അത് ബ്രേക്ക് ഒന്നും വിടരുതേ. അതുപോലെ തന്നെ വണ്ടി കൊണ്ടുപോകണ്ടേ. കെയർ കൂടുതൽ കൊടുക്കേണ്ട ഈ ലെഫ്റ്റ് സൈഡിലേക്കാ. നമ്മുടെ ഈ ഭാഗം നമ്മുടെ റോഡിന്റെ ലെഫ്റ്റിൽ നിന്ന് ഇറങ്ങിയും പോകരുത്, റോഡിന്റെ ലെഫ്റ്റിൽ നിന്ന് അകന്നും പോകരുത്. ശരിയല്ലേ? നമ്മൾ ഒരാളെ കടക്കുന്നെങ്കിലും അയാൾ ഏത് സൈഡിലായിരിക്കും? അപ്പൊ ലെഫ്റ്റ് സൈഡല്ലേ അയാളെ തട്ടാതെ മാറ്റേണ്ടി വരുന്നത്. ശരിയല്ലേ? എതിരെ വരുന്നവൻ അവന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടിയാ പോകുന്നത്. അപ്പൊ കെയർ എവിടെയായിരിക്കും? കുറച്ച് ഇങ്ങനെ ലെഫ്റ്റിലേക്ക് ആയിരിക്കണം ശ്രദ്ധിക്കണം. എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലേക്ക് ചോട്ടിൽ നോക്കാനല്ല, മുന്നിൽ കുറച്ച് ലെഫ്റ്റ് സൈഡ് നോക്കി നോക്കി പോയിക്കോണം. അപ്പൊ മാഡത്തിന് അറിയാൻ പറ്റും വണ്ടി ലെഫ്റ്റിലേക്കാണോ റൈറ്റിലേക്കാണോ എന്ന്. ഇപ്പൊ നോക്കിയാൽ മാഡത്തിന് അറിഞ്ഞൂടെ ഈ വണ്ടി എങ്ങോട്ടാ കിടക്കുന്നത്? ഈ വണ്ടി ഏത് സൈഡിലേക്കായിരിക്കും പോകാൻ പോണത്? അല്ലേ? അപ്പൊ എവിടെ നോക്കണം? ഈ ലെഫ്റ്റ് സൈഡ് ഇവിടുന്ന് റോഡിലേക്ക് ആകണം, അതുവരെ തിരിവ് കൊടുക്കേണ്ടി വരും മാഡം. ഇപ്പൊ ലെഫ്റ്റ് സൈഡിന്റെ പൊസിഷൻ ആ ഗേറ്റിന് നേർക്കാൻ നിൽക്കുന്നത്. ശരിയല്ലേ? ഇവിടുന്ന് മുന്നോട്ട് നീങ്ങുന്നവരും ഈ ഒരു പൊസിഷൻ അവിടുന്ന് മാറി 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 ആ റോഡിലേക്ക് കിട്ടണം നമുക്ക്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പൊ മാഡത്തിന് അറിയാം നീങ്ങിയാൽ അങ്ങോട്ടേ പോവുള്ളൂ. അപ്പൊ അഡ്വാൻസ് ആയിട്ടൊന്ന് റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചു വരത്തിരി. ഇപ്പൊ മാഡം 1 ഇഞ്ചെങ്കിലും 1 ഇഞ്ച് തിരിച്ചു വെച്ചിട്ടുണ്ടെന്ന് അറിയാം. അതായത് ഈ വണ്ടി അനങ്ങുമ്പോ ഒന്ന് റൈറ്റിലേക്ക് വരുമെന്നറിയാം. ശരിയല്ലേ? മുന്നിലേക്ക് നീങ്ങുമ്പോ ഒരു ഇത്തിരി കൂടെ റൈറ്റ് തിരിച്ചോണം. പതിയൊന്ന് നീക്കിക്കേ വേണം. റൈറ്റിലോട്ടും തിരിച്ച് കണ്ടാ? റൈറ്റിലോട്ട് വരുന്നുണ്ടാ? ഒന്ന് പയ്യൊന്ന് നിർത്തിക്ക. ഓക്കെ. ശ്വാസം എടുക്കുന്നുണ്ട്, ടെൻഷൻ എടുക്കുന്നുണ്ട്, ബ്രേക്ക് ചെയ്ത് പിടി. ഒന്നുകൊണ്ട് പേടിക്കണ്ട, മുഖമൊന്നും മാറി. പക്ഷെ വണ്ടി നീങ്ങിയപ്പോ ഞാൻ മുഖത്ത് നോക്കിക്കൊണ്ടായിരിക്കുന്നത്. ഇങ്ങോട്ട് നോക്ക്. ഇത്ര നേരം നമ്മൾ മാക്സിമം സൈഡിലായിരുന്നു. ഇപ്പൊ നമ്മൾ റോഡിന് നിയർ ആയി തുടങ്ങി. അപ്പൊ ബാക്കിൽ വണ്ടി ഉണ്ടോന്ന് നോക്ക്. ഉണ്ടാ? ഇല്ല. പതിയെ നീങ്ങട്ടെ. ഈ സൈഡിൽ കെയർ ചെയ്തോണേ. ഇവിടെ വണ്ടി ഒന്നില്ല. ഇപ്പൊ ഇല്ലല്ലോ ആരും. നീങ്ങട്ടെ. പതിയെ ഈ സൈഡ് ഒന്ന് ചരിഞ്ഞ് ദേ റോഡിലേക്ക് വരാൻ തുടങ്ങി. കണ്ട? വന്നില്ലേ? ഇനി അതിനെ നേരെയാക്കി കൊടുക്കും. വരട്ടെ. തിരിച്ചിട്ടില്ല. അങ്ങനെ വരട്ടെ. മതി. ദേ ഇനി ഇത് പതിയെ ലെഫ്റ്റിലേക്ക് വരും. കണ്ട? അതുപോലെ അതിനെ ലെവൽ ചെയ്ത് കൊടുക്കണം. മേഡം നോക്കുന്നത് റൈറ്റ് ആണോ? അല്ലല്ല, ഇപ്പൊ ലെഫ്റ്റ് തന്നെ നോക്കുന്നത്. പക്ഷെ ഇച്ചിരി മസിൽ പിടിക്കുന്നുണ്ടെന്നേ ഉള്ളൂ. നിങ്ങാവാ നോക്ക്. ഓക്കെ ആണ്. ഇനി ബാക്കിലേക്ക് നോക്കി പേടിക്കരുത്. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കി നോക്കി ഈ വണ്ടിയെ നമുക്ക് കൊണ്ടുപോകണം. ഓക്കെ ആണോ? ബ്രേക്കിന്റെ ആവശ്യം ഉണ്ടോ? ഇനി എടുത്തു. പതിയൊന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കിയ വണ്ടിക്ക്. വേഗതയിൽ വ്യത്യാസം വരുന്നതാണ്ടാ? കൊടുത്തു നോക്കൂ. ഓക്കെ അല്ലേ? വണ്ടി ലെഫ്റ്റിൽ നിന്ന് അകലുന്നതായിട്ട് തോന്നുന്നുണ്ടോ? അപ്പൊ അടുപ്പിച്ചു. അടുത്ത് വരുമ്പോ തന്നെ അതിനെ ലെവൽ ചെയ്ത് കൊടുത്തേരും. ഓക്കെ ആണോ മോളെ? ഓക്കെ ആണ്. നമുക്ക് ഇവിടെ നിർത്തി നോക്കാം. ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ. എന്നിട്ട് പതിയെ ബ്രേക്കിൽ കാല് കൊണ്ടുപോവാ. വണ്ടിയെ പതിയെ ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് ഒതുക്കി കൊണ്ടുപോവാ. അവിടെ കുഴിയൊക്കെ നോക്കി അവിടെ എന്തും മാത്രം ഒതുക്കാൻ പറ്റും ആ സൈഡിലേക്ക് പതിയെ കൊണ്ടുവന്നിട്ട് അങ്ങോട്ട് വന്നു തോന്നി അതിനെ ലെവൽ ചെയ്തെടുക്കുക. റൈറ്റിലേക്ക് പതിയെ ലെവൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ കറങ്ങി നേരെയാവും.
തിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കരുത്. ഇനി പതിയെ നീക്കി ലെവൽ ചെയ്തെടുക്കുക. ബ്രേക്കിൽ മാത്രം വിട്ടു കൊടുക്കുകയും വേണ്ട. ഇതിങ്ങനെ അനക്കി അതിനെ നേരെയാക്കി എടുക്കുക. രണ്ട് സൈഡും നോക്കിക്കോ, ഒരു കുഴപ്പമില്ല. ഇനി തിരിവല്ല മേഡം കൊടുക്കണ്ട. ഇനി നീങ്ങും തോറും ഇത് നേരെയാവും. കാരണം ഓൾറെഡി തിരിച്ചു വെച്ചിരിക്കുക മേഡം. പതിയെ ഒന്ന് മുന്നോട്ട് വിട്ടു കൊടുത്തേ, അത് നേരെ വരുന്ന കാണാൻ പറ്റും. നീങ്ങണ്ട, ഓടണ്ട, പയ്യെ അനക്കി എടുത്താൽ മതി. ഒരു ഇത്തിരി മുന്നിലേക്ക് അനക്കിക്കുക. ഇത് ഇവിടെ നേരെയായി വരുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ഇങ്ങനെ നോക്കിക്കും. ഇത്തിരി ലൂസാക്കി ബ്രേക്ക് ഒന്ന് ലൂസാക്ക്. ലൂസായ ഫുള്ള്. ചെറിയൊരു ആക്സിലേറ്ററും സപ്പോർട്ട് ചെയ്താൽ അതിൻ്റെ ഒന്ന് അനങ്ങാൻ. ഒരുപാട് വേണ്ട, ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത്. ബ്രേക്കിൽ പോവാം. ബ്രേക്ക് അനങ്ങിയതായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ശരിയാണോ? നേരെയാക്കി ഒഴുകിയില്. കുഴപ്പമില്ല മേഡം. ഒരുപാട് ടെൻഷൻ എടുക്കുന്നുണ്ട്. പേടിയില്ല, പക്ഷെ വെപ്രാളം പോലെ എടുക്കുന്നുണ്ട് വണ്ടി നീങ്ങുമ്പോൾ. അതൊന്നുമില്ല മേഡം. ഒന്ന് ചെറിയ പോലെ എനിക്ക് തോന്നുന്നുണ്ട് വണ്ടി അനങ്ങുമ്പോ. കാരണം കവിള് ഇങ്ങനെ വിറയ്ക്കുന്നു. നല്ല പോലെ തന്നെ ഇത് തിരിക്കാൻ വളയ്ക്കുകയും ചെയ്യുന്നത്. ഞാൻ പിടിച്ച് തിരിക്കേണ്ടി വന്ന അതില് ഇല്ല. ഞാൻ പിടിച്ച് തിരിക്കേണ്ടി വന്നെങ്കിലല്ലേ മേഡം അതിൽ ബലം പിടിക്കുന്നുണ്ടല്ലേ, തെറ്റാണെന്നുള്ളു. പോവാം നമുക്ക്. ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, നേരെയാക്കിയോ. ഇനി തിരിക്കണ്ട, കാരണം ഓൾറെഡി വണ്ടി റോഡ് സൈഡിലാണ് കിടക്കുന്നത്. മുന്നിലേക്ക് നീങ്ങിയാൽ മതി. ശരിയല്ലേ? അല്ലേ? ഇനി മേഡം നോക്കിക്കുക, ആ വളവ് എവിടെയാ തുടങ്ങുന്നതെന്ന് മേഡത്തിന് കണ്ടല്ലോ. പതിയെ നീങ്ങട്ടെ. പതിയെ ഒന്ന് ആക്സിലേറ്റർ കൊടുത്ത് തുടങ്ങിക്കുക മേഡം. ഇത്തിരി മതി. ഈ റോഡിന്റെ ടേണിങ് വേണ്ട, അതിനനുസരിച്ച് നമ്മുടെ കൈ തിരിഞ്ഞ് വരണം. അതായത് തിരിച്ചുകൊണ്ടിരിക്കാനല്ല, വണ്ടി ടേണാവുന്ന മേഡത്തിന് ഫീൽ ചെയ്യും. ഉണ്ടാ കറക്റ്റ് അല്ലേ? ഫോൺ അടിക്കുന്നതൊന്നും ശ്രദ്ധിക്കണ്ട കേട്ടാ, അത് അവരെ നേച്ചറാണ് ഫോൺ അടിക്കല്. ലെഫ്റ്റ് സൈഡിൽ സ്ഥലമുണ്ട്, നേരെയാക്കി. ആ പിള്ളേരുടെ നേർക്ക് പോവരുത്. അത് ഇത് നമ്മളെ വലിച്ചുകൊണ്ട് ഓടുന്നു തോന്നുമ്പോൾ അതിന്റെ വേഗത ഒന്ന് കുറച്ചോണം കേട്ടോ ഈ വണ്ടിയെ. ഇപ്പൊ ലെഫ്റ്റ് സൈഡിലേക്ക് ഇത്തിരി പോകുന്നുണ്ട്. അങ്ങനെ ആ ഭയം കൂടെ ഒന്ന് ഒഴിവാക്കി മേഡം. ഒന്ന് ചെറിയൊരു പാനിക് ആവുന്നു വണ്ടി നീങ്ങുമ്പോൾ. കൂളായിട്ടിരിക്കും മേഡം, ഫ്രീ ആയിട്ടിരിക്കും. ഏത് സൈഡിലേക്കാ പോണേ? കാല് മാറ്റി ബ്രേക്കിലേക്ക് പയ്യെ പ്രസ് ചെയ്യും. അങ്ങനെ വീണ്ടും ലൂസ് ചെയ്ത് കൊടുക്കും പതിയെ. അതെ, ബ്രേക്കിൽ കൊണ്ടുവന്ന് അതിനെ നിയന്ത്രിച്ചോണം. അതെ, ഈ കുഴി മാത്രം നോക്കും. ഇവിടെ ഒരു കുഴി ഉണ്ടെന്ന് മേഡത്തിന് അറിയാം. ശരിയല്ലേ? അവരെ നോക്കി ഒഴിഞ്ഞു മാറരുത്. റോഡിന്റെ സൈഡ് നോക്കി ഒഴിഞ്ഞു മാറാവുള്ളൂ. ലെഫ്റ്റ് സൈഡ് നോക്ക്. ഇച്ചിരി മാറ്റിക്കോ, കുഴപ്പമില്ല, മതി. നേരെയാക്കി നമ്മുടെ ലെഫ്റ്റ് സൈഡ് നോക്കി. ഇനി സ്ഥലമുണ്ട് ലെഫ്റ്റില്. ബ്രേക്ക് വിട്ടു കൊടുക്കും. ഫോൺ അടിയൊന്നും കേൾക്കണ്ട കേട്ടാ. നേരെയാക്കി വാ. ഇപ്പൊ ബസ്സിനെ നോക്കിക്കൊണ്ടായിരിക്കുന്ന. ശരിയാണോ? എതിരെ വരുന്ന വാഹനം നോക്കരുത്. നമ്മൾ എതിരെ വരുന്നവനെ കണ്ട് പേടിക്കണ്ട. മേഡത്തിന്റെ ലെഫ്റ്റ് സൈഡ് എവിടെ എന്തുണ്ട് റോഡിന്, ആ സ്ഥലം മാത്രം യൂസ് ചെയ്ത് വണ്ടിയെ കൊണ്ടുപോയിക്കോണം കേട്ടാ. പോട്ടെ. ഒരുപാട് വേഗത വേണ്ട മേഡം, പതുക്കെ പോയാൽ മതി. അപ്പൊ മേഡത്തിന് അറിയാം ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ വണ്ടി പോകുന്നതെന്ന് അറിയാൻ പറ്റും. ഒരുപാട് സ്പീഡിൽ പോയാൽ അറിയാൻ പറ്റത്തില്ല. ലെഫ്റ്റിലേക്ക് ഇറങ്ങുന്നണ്ട മേഡം. ആ ലോറിയിൽ ഒരു സെക്കൻഡ് കണ്ണോടിച്ച് നോക്കിയത് കൊണ്ടാ ലെഫ്റ്റിലേക്ക് ഒതുക്കിയത്. ശരിയാണ് മേഡം? ഇപ്പോഴും നോക്കും, വണ്ടി ലെഫ്റ്റിലേക്കാ ഒതുക്കുന്നത്. മേഡം അയാളെ പറ്റി ചിന്തിക്കണ്ട. വണ്ടി ലെഫ്റ്റിലേക്ക് പോവരുത്. നമ്മുടെ വണ്ടി ലെഫ്റ്റിൽ നിന്ന് ഇങ്ങനെ അകന്നും പോവരുത്. കണ്ടാ? അധികം ബ്രേക്കിലൊന്ന് കാല് വെച്ചു. അവിടെ നോക്കിയാൽ ലെഫ്റ്റിൽ ഒരു കുഴിയുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഒരിത്തിരി മതി. മാറിയെന്ന് തോന്നിയില്ലേ? ഇനി അങ്ങനെ തന്നെ പോട്ടെ. ഇനി ലെഫ്റ്റിൽ സ്പേസ് ഉണ്ടാ?
അപ്പൊ പതിയെ ലെഫ്റ്റിലേക്ക് മാറിയും തോന്നുന്നെടുത്ത് വെച്ച് വണ്ടിയെ നേരെയാക്ക്. കണ്ട, അല്ലാതെ അപ്പുറത്തേക്ക് എത്തി നോക്കി പേടിക്കരുത് കേട്ടാ. ബസ്സിൽ നോക്കരുത് കേട്ടാ. ആക്സിലേറ്റർ വേണ്ട, ആ കാലൊന്ന് ബ്രേക്കിൽ വെച്ചോ. വെച്ചിട്ടുണ്ടാ, ബലം പിടിക്കരുത്. ആവശ്യം കഴിഞ്ഞു. ആ ബസ്സിന് വേണ്ടിയിട്ടാ മേഡം ഒന്ന് ബ്രേക്കിൽ കാല് വെപ്പിച്ചത്. മേഡം നോക്കി, അവിടെ വെള്ളമുണ്ട്, കുഴിയുണ്ട്. അപ്പൊ എങ്ങോട്ട് മാറണം? ഇത്തിരി മാറ്റ്. മാറുന്നുണ്ടാ? മാറി ആവശ്യം കഴിഞ്ഞാൽ നേരെ ആക്കിയരും. കഴിഞ്ഞാ പിന്നെ ഇങ്ങോട്ട് തിരിക്കരുത്. ഇങ്ങോട്ട് തിരിച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് വരും. ബ്രേക്കിലൊന്ന് കാല് വെച്ചു. അത്രയും വേണ്ട, പവർ വേണ്ട, ബലം പിടിക്കരുത്. നല്ല ശക്തി പിടിക്കുന്നുണ്ട് കേട്ടാ. ബ്രേക്ക് വിട് കേട്ടാ. വണ്ടി അങ്ങോട്ടാ പോണേന്ന് നോക്ക്. നേരെയാക്കി വയ്ക്കുന്നത്. ആക്സിലേറ്റർ വേണോ? വേണോ? വേണ്ട വേണ്ട. ഡ്രൈവ് മോഡിലോ റിവേഴ്സ് മോഡിലോ ആയാൽ റോഡ് നിരപ്പാണെങ്കിൽ ബ്രേക്ക് റിലീസ് ചെയ്താൽ വണ്ടി സെൽഫായിട്ട് മൂവ് ചെയ്യും. മാഡത്തിന് വേഗത വേണമെങ്കിൽ മാത്രം ആക്സിലേറ്റർ ഉപയോഗിച്ചാൽ മതി. ഒരു മിനിമം വേഗത്തിൽ ഈ വണ്ടി മുന്നിലേക്ക് നീങ്ങും. ഓക്കെയാണ്. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ മേഡം, അതുകൊണ്ടായിരിക്കും ആക്സിലേറ്റർ എന്ന് പറഞ്ഞത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു കയറ്റമാണ്. അപ്പൊ അവിടുന്ന് നീങ്ങി ഇറങ്ങാനായിട്ട് ആക്സിലേറ്റർ കൊടുത്ത് എളുപ്പം കയറാൻ വേണ്ടിയിട്ട് ആക്സിലേറ്റർ കൊടുത്ത് വരുന്നത്. ആക്സിലേറ്റർ കൊടുത്തില്ലെങ്കിലും അവിടുന്ന് മേളിലേക്ക് വരും വണ്ടി. ഓക്കെയാണ്. അപ്പൊ അതുകൊണ്ട് മേഡത്തിന് ആ കയറ്റം ഒന്നും ഭാരമായിട്ട് എടുത്ത് വെക്കണ്ട. വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ആക്സിലേറ്റർ കൊടുത്താൽ മതി. അപ്പോഴും അതിനെ ചവിട്ടി താഴ്ത്താൻ നോക്കണ്ട. നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അതിൽ പ്രഷർ കൊടുക്കാവുള്ളൂ ആക്സിലേറ്ററിൽ. ഓക്കെയാണ്. ആക്സിലേറ്റർ ചവിട്ടി താഴ്ത്താനുള്ളതല്ല, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് അതിൽ ചെറിയൊരു പ്രഷർ കൊടുക്കുക. ഒരു ലൈറ്റ് വെയിറ്റ് കൊടുത്താൽ മതി. അതിൽ മേഡം ഒന്ന് ആക്സിലേറ്റർ കൊടുത്തു നോക്കിയാൽ വെറുതെ. അത് കൂടുതലാ സൗണ്ട് കേട്ടാ. അത്രയൊന്നും വേണ്ട നമുക്ക്. അതിൽ വന്നു എന്ന് തോന്നിയാൽ മതി മേഡത്തിന്. ഒരു കാലിൽ തന്നെ അറിയാൻ പറ്റും, ഒരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യും. ഒന്ന് കൊടുത്തു നോക്കിയാൽ മതി. കണ്ടാ? അതിനെയും കൂടെ ഒന്നുകൂടെ കുറച്ചേക്കുക. അത്രയും പോലും വേണ്ട. ഫീൽ ചെയ്യുന്നുണ്ടോ മേഡത്തിന്? അങ്ങനെയാ, അല്ലാതെ നോക്കുകയും വേണ്ട, പറഞ്ഞതിനെ ചവിട്ടി താഴ്ത്തുകയും വേണ്ട. മേഡത്തിനൊന്ന് ഫീൽ ചെയ്താൽ മതി. ആക്സിലേറ്റർ ആയി. ഒന്ന് ബ്രേക്കിലൊന്ന് ആക്സിലേറ്റർ ഒന്ന് ഉപയോഗിച്ച് എടുത്തോണ്ട് പോകണ്ട. ബുദ്ധിമുട്ടാണോ? വേണോ? അത്രേ ബ്രേക്ക് പ്രസ് ചെയ്യും. ഒന്നുകൂടെ ആക്സിലേറ്റർ കൊടുത്ത് നോക്ക്. വേണോ? ഒന്നുകൂടെ ബ്രേക്കിലോ ആക്സിലേറ്റർ ഒന്ന് കൊടുത്ത് നോക്ക്. അതും പോലും വേണ്ട. ശബ്ദം വരുമ്പം അല്ല, ശബ്ദമല്ല, അത് മേഡത്തിന് ഫീൽ ചെയ്താൽ മതി. മേഡം അതിനെ ചവിട്ടി കൺഫേം ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് അത്രയും പ്രഷർ വരുന്നത്. അത് വേണ്ട. മേഡം അവിടെ കാല് വെച്ചിട്ട് ഇപ്പൊ ഞാൻ മേഡത്തിനെ തൊട്ടിട്ടുണ്ട്. ഞാൻ എന്തേ ലൈറ്റ് ആയിട്ട് വെയിറ്റ് തരുന്നുണ്ട് മേഡത്തിന്. ശരിയല്ലേ? ഇതേ ഫീൽ മതി. ഒരു വിരൽ ഉപയോഗിച്ചാൽ മതി അതിന്. ബ്രേക്കിന്റെ എവിടെയും ആ ഒരു അത് മാത്രം മതി. ബ്രേക്ക് നമ്മുടെ ആവശ്യമാണ്. ചിലപ്പോൾ എമർജൻസി ആയിട്ട് സഡൻ ആയിട്ട് ചവിട്ടി നിർത്തേണ്ടി വരും. ചിലപ്പോൾ അത് ചവിട്ടേണ്ടിയേ വരില്ല. സിറ്റുവേഷൻ അനുസരിച്ചാ ബ്രേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആക്സിലേറ്ററും. ഇതിനെ പക്ഷെ ആക്സിലേറ്ററിനെ ഒരിക്കലും ചവിട്ടി താഴ്ത്തേണ്ടി വരില്ല. അതെ. ബ്രേക്ക് ചിലപ്പോൾ നമ്മളിപ്പോ ഓടി പോകുമ്പോൾ മുന്നിൽ ഒരാൾ വന്നാൽ പെട്ടെന്ന് അതിനെ ചവിട്ടി താഴ്ത്തേണ്ടി വരും. ശരിയല്ലേ? അയാളെ തട്ടാതിരിക്കാൻ. ആക്സിലേറ്ററിൽ പക്ഷെ അങ്ങനെ ഒരു ചവിട്ട് വേണ്ടി വരില്ല. മേഡത്തിന് എന്റെ കാലിലൊരു വൈബ്രേഷൻ ഫീൽ ചെയ്താൽ മതി. നമ്മളിങ്ങനെ ഉപ്പൂറ്റി അവിടെ നിന്ന് പറിക്കാതെ തന്നെ വിരൽ വെച്ച് ആക്സസ് ചെയ്താൽ മാറ്റിയാൽ മതി അല്ലേ? നമ്മൾ കുഴപ്പമില്ല മേഡം, ഒന്നും വിചാരിക്കണ്ട. മേഡം എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? ആക്സിലേറ്ററിലോ അത് പഴയ വണ്ടികളെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര ഹാർഡായിരിക്കും. അതല്ല, ബ്രേക്ക് തന്നെ ഹാർഡായിരിക്കും. മേഡം ഇപ്പൊ ഇതിന്റെ ബ്രേക്ക് നോക്കിയാൽ മേഡത്തിന് ഒരു വിരൽ കൊണ്ട് ബ്രേക്ക് ഉപയോഗിക്കാം. ശരിയല്ല? അത്ര ലൈറ്റാ. ടെക്നോളജി മാറി. സ്റ്റിയറിംഗ് 2 കൈ വെച്ച് തൂങ്ങിയാലേ തിരിയുള്ളൂ. ഇത് വേണ? ഇത് കണ്ട? അത്രയും വേണ? സ്മൂത്താണ്. സിസ്റ്റം മാറി. നമ്മളും അതിനനുസരിച്ച് അപ്ഡേറ്റ് ആവണം. ആക്സിലേറ്ററിലൊന്നും ആകാല്. അത്രേ ഉള്ളൂ. കണ്ട? ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് മേഡം കൃത്യമായിട്ട് അവിടെ പിടിച്ചു നിർത്തിയില്ലേ? ഒന്നുകൂടെ ബ്രേക്കിലൊന്ന് ആക്സിലേറ്റർ കൊടുത്തേ. അതേ ഉള്ളൂ. ബ്രേക്കിലോ പ്രസ് ചെയ്യ്. ബ്രേക്കിൽ ആക്സിലേറ്ററിലൊന്ന് വന്നേ.
ഇതുണ്ടാ അപ്പൊ തന്നെ നമ്മൾ കാലം ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്യണം. ഏത് ആക്സിലേറ്റർ? വേണ്ട വേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അത് നമ്മുടെ ആവശ്യമാണ്. അത് എങ്ങനെ താഴ്ത്തുന്നതും പതിയായിരിക്കണം. ആവശ്യം കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് കളഞ്ഞേക്കണം. കാലിന്റെ സ്ഥിരം സ്പോട്ട് എന്ന് പറയുന്നത് ബ്രേക്കാണ്. ഓക്കെ, ടെമ്പററി ആക്സിലേറ്ററിലേക്ക് പോകണം. അതായത് എനിക്ക് റോഡ് ഫ്രീ ആണ്, എനിക്ക് ഇത്തിരി വേഗത്തിൽ നീങ്ങാന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുന്നത്. ഓക്കെ, നമ്മുടെ ആവശ്യം കഴിഞ്ഞു, മുന്നിൽ തിരക്ക് വന്നു, ഉടനെ കാല് ബ്രേക്കിലേക്ക് വന്നോണം. അല്ലാതെ കാലിൽ വേറൊരു സ്ഥലത്ത് വെക്കാൻ പറ്റില്ല. ബ്രേക്കിലാണ് ആ കാല് ഇരിക്കേണ്ടത്. നമ്മുടെ റോഡ് ഫ്രീ ആയി നമുക്ക് നീങ്ങാന്ന് തോന്നുമ്പോൾ മാത്രം ആക്സിലേറ്റർ ഉപയോഗിക്കുക. ആക്സിലേറ്ററിന്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് ബ്രേക്കിലേക്ക് വരണം. അത് അല്ലാതെ ആ കാല് ഫ്ലോറിലും വെക്കരുത്, ആക്സിലേറ്ററിന്റെ മേളിലായിട്ട് വെറുതെ വെച്ചോണ്ടും ഇരിക്കരുത്. ആവശ്യമില്ലെങ്കിൽ നേരെ ബ്രേക്കിൽ വരണം. ഓക്കെയാണ്, നമുക്ക് നീക്കി നോക്കാം. ഇത് ആ സീറ്റ് ബെൽറ്റ് ഇട്ടോ. അവിടെ 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 ഇവിടെ ഇരിക്കുമ്പോഴാണ് ഇപ്പുറത്ത് ഇത്. ഇതിപ്പോ ഓക്കെയാണ് മാഡത്തിന്? കംഫർട്ടാണ്? മുന്നോട്ടാണ് പുറകോട്ടാണ്? ഒരു ലിവർ ഉണ്ട്, കിട്ടിയാ?